ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 20 ലാക്സിന് താഴെ വരുന്ന രണ്ട് കിഡിലൻ ഇലക്ട്രിക് വെഹിക്കിൾസ് മാർക്കറ്റ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വെഹിക്കിൾസും ഇലക്ട്രിഫൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ സമയം കളയാതെ ഈ രണ്ട് പുതിയ ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് മാർക്കറ്റ് പിടിച്ചളക്കാൻ വേണ്ടിയിട്ട് തന്നെ കിയയുടെ 7 സീറ്റർ ഫാമിലി കാറാണ് EV ആയിട്ട് വന്നിട്ടുള്ളത്. കിയ ക്ലാവിസ് കാരൻസ് EV. മാർക്കറ്റ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി ജനങ്ങളുടെ നീഡ്സിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം വലിയ ബാറ്ററി പാക്കോട് കൂടി തന്നെയാണ് ഈ വെഹിക്കിളിൻ്റെ വരവ്. 490 കിലോമീറ്റർ റേഞ്ച് അറൈ സർട്ടിഫൈ ചെയ്തിട്ടുള്ള 51.4 കിലോ വാട്ടിൻ്റെ ഒരു വലിയ ബാറ്ററി വേരിയൻറ്റും 404 കിലോമീറ്റർ റേഞ്ച് സർട്ടിഫൈ ചെയ്തിട്ടുള്ള 42 കിലോ വാട്ടിൻ്റെ മറ്റൊരു ബാറ്ററി പാക്കുമാണ് ഈ വെഹിക്കിളിൽ വരുന്നത്. അതായത് റിയൽ വേൾഡ് റേഞ്ച് ഈ 490 എന്ന് പറയുന്നത് എന്തായാലും ഒരു 400 കിലോമീറ്റർ കിട്ടുന്നുണ്ടാവും. 404 കിലോമീറ്റർ എന്നുള്ളത് ഒരു 300 കിലോമീറ്ററും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേഞ്ചുള്ള വെഹിക്കിൾ തന്നെയാണ്. അതും 7 സീറ്റർ വെഹിക്കിൾ എന്നുള്ളത് ആലോചിക്കണം. ഈ വണ്ടിയുടെ നീളം വരുന്നത് 4550 മില്ലിമീറ്റർ ആണ്. നമ്മുടെ ബെസ്റ്റ് 7 സീറ്റർ ആയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റയുടെ നീളം വരുന്നത് 4735 മില്ലിമീറ്റർ ആണ്. അങ്ങനെ ആകുമ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വിടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1800 മില്ലിമീറ്റർ ആണ് ഈ വെഹിക്കിളിൻ്റെ വരുന്നത്. നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ വിടുത്ത് വരുന്നത് 1830 കേട്ടോ. ഏകദേശം അടുത്ത് തന്നെ അല്ലേ. ഇനി ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1795 നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ വരുന്നത്. ഇത് ഒട്ടും പിറകിലല്ല. ഹൈറ്റ് വരുന്നത് 1730 മില്ലിമീറ്റർ ആണ്. 4 ഓപ്ഷൻ വേരിയൻസ് ആയിട്ടാണ് ഈ വെഹിക്കിൾ വരുന്നത്. HTK പ്ലസ്, HTX, HTX ER, പിന്നെ HTX പ്ലസ് ER. ലാസ്റ്റിലെ 2 വേരിയൻസ് ആയിട്ടുള്ള HTX ERലും HTX പ്ലസ് ERലുമാണ് നമ്മുടെ ലോങ് റേഞ്ച് വെഹിക്കിൾ ആയിട്ടുള്ള 51.4 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കിലുള്ള വെഹിക്കിൾ അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. എന്നാൽ 18 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 12.25 ഇഞ്ചോട് കൂടി വരുന്ന 31.12 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു കണക്റ്റഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ടച്ച് സ്ക്രീൻ നാവിഗേഷൻ സിസ്റ്റമാണ് ഉള്ളിൽ വരുന്നത്. സെക്കൻഡ് റോ സീറ്റ്സ് വരുന്നത് 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്. അതായത് നമുക്ക് സ്ലൈഡ് ചെയ്തിട്ടൊക്കെ ഒന്ന് ബാക്കിലോട്ട് ചായിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെക്കൻഡ് റോ സീറ്റാണ് നൽകിയിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചർ ആയിട്ടുള്ള അഡാസ് ലെവൽ 2 വിത്ത് 20 ഓട്ടോണമസ് ഫീച്ചേഴ്സ്, ഓട്ടോ ആൻറ്റി ഗ്ലെയർ ECM, റിയർ വ്യൂ മിറർ വിത്ത് കിയ കണക്ട് കൺട്രോൾസ്, ഡ്യുവൽ പാനോറമിക് സൺറൂഫ്, ഇതെല്ലാം വരുന്നത് ഇതിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള HTX മുതലാണ്. ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഹൈ എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള HTX പ്ലസ് ER മുതലാണ്. 42 കിലോ വാട്ട് ബാറ്ററി വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിളിൻ്റെ പവർ 99 കിലോ വാട്ട് ആണെങ്കിൽ 51.4 കിലോ വാട്ട് ബാറ്ററി വേരിയൻറ്റിൽ 126 കിലോ വാട്ടാണ് വരുന്നത്. ടോർക്ക് ആണെങ്കിൽ 2 വേരിയൻസിലും സെയിം തന്നെയാണ്, 225 Nm. ടയർ സൈസ് വരുന്നത് 42 കിലോ വാട്ടിൻ്റെ 16 ഇഞ്ചും 51 കിലോ വാട്ടിൻ്റെ 17 ഇഞ്ചിലുമാണ് വരുന്നത്. 42 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കോട് കൂടി വരുന്ന വെഹിക്കിള് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന 11 കിലോ വാട്ടിൻ്റെ AC ഫാസ്റ്റ് ചാർജറോട് കൂടി ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% മുതൽ 100% വരെ ചാർജ് ആക്കാൻ വെറും 4 മണിക്കൂർ മതി. എന്നാൽ ഇതേ ചാർജർ ഉപയോഗിച്ചിട്ട് 51.4 കിലോ വാട്ടിൻ്റെ വലിയ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂറും 45 മിനിറ്റുമാണ് ടൈം എടുക്കുന്നത്. 100 കിലോ വാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ച് ഈ വെഹിക്കിൾ നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 39 മിനിറ്റ് മതി ഫുൾ ചാർജ് ആവാൻ. വ്യത്യസ്ത കളേഴ്സിൽ ഈ വെഹിക്കിൾ അവൈലബിൾ ആണ്. വൈറ്റ്, ബ്ലാക്ക്, ഒലീവ് ഗ്രീൻ, ഗ്രേ, സിൽവർ. വണ്ടിയുടെ വാറൻറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെയർ പാർട്സിന് നൽകിയിട്ടുള്ളത് 3 വർഷമോ അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സോ ആണ്. അത് നമുക്ക് 5 ഇയേഴ്സ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. HV ബാറ്ററി, അതായത് വണ്ടിയുടെ ഹൈ വോൾട്ടേജ് ബാറ്ററിക്ക് കമ്പനി പറയുന്ന വാറൻറ്റി 8 വർഷമോ അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററും ആണ്. ഇതിന് പുറമെ 3 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസും നൽകുന്നുണ്ട്. വണ്ടിയുടെ എക്സ്-ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. പുതിയതായിട്ട് EV എടുക്കുന്നവർ നോക്കേണ്ട മറ്റൊരു വണ്ടിയാണ് MG വിൻസർ EVയുടെ അപ്ഡേറ്റഡ് വേർഷൻ MG വിൻസർ EV Pro. MG വിൻസർ EVയുടെ ആദ്യത്തെ വരവ് തന്നെ ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റിയോട് കൂടെയായിരുന്നു. പല കമ്പനികളും ഇത് പിന്നീട് കോപ്പി അടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതങ്ങനെ തന്നെയാണല്ലോ അല്ലേ. മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു കമ്പനി ഒരു പുതിയ കാര്യം കൊണ്ടുവരും, അത് ബാക്കിയുള്ളവരെല്ലാവരും പിന്നീട് അങ്ങോട്ട് കോംപ്രമൈസ് ആയിട്ട് അതേ കാര്യങ്ങൾ അവരും ഇൻട്രൊഡ്യൂസ് ചെയ്യും. MG വിൻസർ EV 2 തരം ബാറ്ററി വേരിയൻസിലാണ് വരുന്നത്. ആദ്യം ഇറങ്ങിയ ബാറ്ററി വേരിയൻ്റ് ആയിരുന്നു 38 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക്. ഇപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റഡ് വേർഷൻ വന്നിട്ടുണ്ട്, MG വിൻസർ EV Pro എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വേരിയൻറ്റ്. അതിൽ വരുന്നത് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രിസ്മാറ്റിക് സെൽ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. 2 വേരിയൻസിലും സെയിം പവറും ടോർക്ക് തന്നെയാണ് വരുന്നത്. 100 കിലോ വാട്ട് പവറും 200 Nm ടോർക്കും. 38 കിലോ വാട്ടിൻ്റെ ആദ്യം ഇറങ്ങിയ വേരിയൻറ്റിൽ കമ്പനി പറയുന്ന റേഞ്ച് 332 കിലോമീറ്റർ ആണ്.
എന്നാൽ പുതിയ വേരിയൻ്റ് ആയിട്ടുള്ള 52.9 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കോട് കൂടി വരുന്ന വണ്ടിയിൽ റേഞ്ച് കമ്പനി പറയുന്നത് 449 കിലോമീറ്ററാണ്. റിയൽ വേൾഡ് റേഞ്ച് MG ആയതുകൊണ്ട് തന്നെ 332 കിലോമീറ്റർ പറയുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 280 കിലോമീറ്റർ വരെ കിട്ടിയതായിട്ട് പലവരും MG വിൻസറിൻ്റെ ആദ്യത്തെ വേർഷനിൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ MG വിൻസറിൻ്റെ EV പ്രോയിൽ 449 കിലോമീറ്റർ പറയുമ്പോൾ എന്തായാലും ഒരു 400 അല്ലെങ്കിൽ 380 കിലോമീറ്റർ നമുക്ക് പ്രതീക്ഷിക്കാം. വീട്ടിൽ ഫിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന AC 7.4 കിലോ വാട്ടിൻ്റെ ചാർജർ യൂസ് ചെയ്തിട്ട് ഈ വെഹിക്കിൾ 10% മുതൽ 100% വരെ 38 കിലോ വാട്ടിൻ്റെ ഈ ഫസ്റ്റ് വേരിയൻറ്റ് നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 മണിക്കൂറാണ് ടൈം എടുക്കുന്നത്. എന്നാൽ പുതിയ വേർഷൻ ആയിട്ടുള്ള 52.9 കിലോ വാട്ട് വരുന്ന വലിയ ബാറ്ററി 7.4 കിലോ വാട്ടിൻ്റെ AC ചാർജറോട് കൂടി നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ചാർജ് ആവാൻ 9.5 ഹവേഴ്സാണ് ടൈം എടുക്കുന്നത്. ആദ്യം ഇറങ്ങിയ വേരിയൻറ്റിൽ DC ഫാസ്റ്റ് ചാർജർ 45 കിലോ വാട്ട് വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20% മുതൽ 80% വരെ ആവാൻ 45 മിനിറ്റ്സ് ആണ് ടൈം എടുക്കുന്നത്. എന്നാൽ പുതിയ വെർഷനായിട്ടുള്ള MG വിൻസർ EV പ്രോയിൽ 60 കിലോ വാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ 52.9 കിലോ വാട്ട് ആയിട്ടുള്ള വലിയ ബാറ്ററി ആയിട്ടും 50 മിനിറ്റ് ടൈം മതി ചാർജ് ആവാൻ. അതായത് 38 കിലോ വാട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്തെടുക്കുന്ന സമയം മാത്രം മതിയാവും നമുക്ക് പുതിയ 52.9 കിലോ വാട്ടിൻ്റെ ബാറ്ററിയും ചാർജ് ചെയ്തെടുക്കാൻ. MG വിൻസർ EVയെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ നൽകാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് MG വിൻസർ EVയെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇവിടെ MG വിൻസർ EVയിൽ വന്നിട്ടുള്ള അപ്ഡേഷൻസ് ആണ് ഞാൻ കൂടുതൽ പറയുന്നത്. പുതിയ വേരിയൻറ്റിൽ ബാക്കിലെ ടൈൽ ഗേറ്റ് പവേർഡ് ടൈൽ ഗേറ്റ് ആയിട്ടുണ്ട്. അതായത് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന ആ പരിപാടി. 12 സേഫ്റ്റി ഫീച്ചേഴ്സോട് കൂടി വരുന്ന ADAS ലെവൽ 2ഉം പുതിയ വേർഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടയർ സൈസും കൂടിയിട്ടുണ്ട്. 18 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വരുന്നത്. ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. 20 ലാക്സിന് താഴെയാണ് ഈ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്. ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി നല്ല വണ്ടിയാണ്, വാങ്ങിക്കാൻ തോന്നും. പക്ഷെ ഒരുപാട് ആൾക്കാരുടെ ഫീഡ്ബാക്ക് നോക്കിയ സമയത്ത് ഈ വെഹിക്കിളിൻ്റെ ആ ഷേപ്പ് പലവർക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ഇതിൻ്റെ ബാറ്ററിയുടെ വാറൻറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്താണ് ഇത് തന്നെ എടുത്താലോ എന്നുള്ളത് തോന്നിപ്പോകുന്നത്. ലൈഫ് ടൈം വാറൻറ്റിയാണ് ഫോർ ദ ഫസ്റ്റ് കസ്റ്റമേഴ്സ്. ആദ്യം അതായത് നമ്മൾ ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഓണറെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ബാറ്ററി വരുന്നത് ലൈഫ് ടൈം വാറൻറ്റിയോട് കൂടിയാണ്. മറ്റുള്ള കമ്പനികളൊക്കെ ഇപ്പോൾ ഇത് കണ്ടിട്ട് അവരുടെ ബാറ്ററിയിലുള്ള പോളിസീസൊക്കെ മാറ്റിക്കൊണ്ട് വരികയാണ്. അവരിപ്പോൾ ലൈഫ് ടൈം വാറൻറ്റിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ട് ലൈഫ് ടൈം വാറൻറ്റി കൊണ്ടുവന്നിട്ടുള്ളത് MG തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ നിന്ന് ഈ വെഹിക്കിൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഓണറായി മാറി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓണറിന് 8 വർഷമോ അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആയിട്ട് ഇതിൻ്റെ വാറൻറ്റി അപ്ഡേറ്റ് ആവും. MG വിൻസർ EVയുടെ അപ്ഡേറ്റഡ് വേർഷനിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് സിൽവർ. MG വിൻസർ EVയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14 ലക്ഷം രൂപ മുതലാണ്. എന്നാൽ 18 ലക്ഷം രൂപ വരെ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് നീണ്ടു നിൽക്കുന്നുണ്ട്. നിങ്ങൾ MG വിൻസർ EVയുടെ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള MG വിൻസർ EV പ്രോ ആണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് 17 ലാക്സ് മുതലാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളിതിൽ ഏതാ എടുക്കാൻ പോകുന്നത്? EV ആണോ അതോ ഈ 2 വെഹിക്കിളൊന്നും അല്ല, ഞാൻ ഐസ് എഞ്ചിൻ വെഹിക്കിൾ തന്നെയാണ് ഇനി ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പല തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ തീരുമാനങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. മറ്റുള്ളവർക്കും ഇതെല്ലാം കാണുമ്പോൾ ഉപകാരപ്രദമാവും. നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend Fasi Mohammed.
Kia, movement that inspires.